നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 9 നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യ സമയമാണ് ഇന്നലെ മുതൽ ആരംഭമായിരിക്കുന്നത്. സർവൈശ്വര്യകാരകനായ വ്യാഴം മൗഢ്യം മാറി തെളിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ടാണ് 9 നക്ഷത്രക്കാർക്ക് വളരെയധികം ഈശ്വരാധീന സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം തുടക്കമായിരിക്കുന്നത്. എങ്കിലും ഇതിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു 7 ദിവസത്തിന് ശേഷമായിരിക്കും ഈ എത്തിത്തുടങ്ങുന്നത്. വളരെയധികം ഭാഗ്യം നിറഞ്ഞ, വളരെയധികം ഈശ്വരാധീനം നിറഞ്ഞ, എന്ത് കാര്യവും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്ന വളരെ മാറ്റത്തിൻ്റെ സമയമാണ് ഇന്നലെ മുതൽ ഈ 9 നക്ഷത്രക്കാർക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിലെ ഏത് മേഖലകളിൽ കൈവച്ചാലും അതെല്ലാം പരാജയമായി മാറിക്കൊണ്ടിരുന്ന നിങ്ങൾക്കാണ് ഇവിടെ ദൈവാധീനം ധാരാളമായി, അതായത് വ്യാഴം മൗഢ്യം മാറിയ രൂപത്തിൽ നിങ്ങൾക്ക് ദൈവാധീനമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. അടുത്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ, അടുത്ത മഹാവിഷ്ണു ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമായ ഫലത്തിനെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. മഹാവിഷ്ണു സ്തോത്രങ്ങൾ ജപിക്കുക, മഹാവിഷ്ണുവിനെ മനസ്സിൽ ആരാധിക്കുക, പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. ഇതൊക്കെയും വീണ്ടും നിങ്ങളിലേക്ക് കൂടുതൽ ഫലങ്ങൾ, ഗുണാനുഭവങ്ങൾ എത്തുന്നതിന് വഴിതെളിക്കുന്നതാണ്. അപ്പോൾ 9 നക്ഷത്രക്കാർക്കാണ് ഇവിടെ വ്യാഴത്തിൻ്റെ മൗഢ്യം മാറി വ്യാഴം തെളിഞ്ഞിരിക്കുന്നത്. സർവ്വ ഐശ്വര്യകാരകനായ വ്യാഴം തെളിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പൂർണ്ണ ഫലമായി എത്തുന്നത് 7 ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായി തുടങ്ങുന്നത്. അപ്പോൾ ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് അറിയാം. വ്യാഴം മൗഢ്യം മാറി തെളിഞ്ഞതിൻ്റെ ഫലമായി ഭാഗ്യം തുടങ്ങിയ 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം. ഈ നക്ഷത്രക്കാർക്കാണ് വളരെ പ്രാധാന്യമേറിയ, ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾക്ക് തുടക്കമാകുന്ന സമയമാണ് ആരംഭമായിരിക്കുന്നത്. ജീവിതം ഒരു ക്ഷീണം വന്ന അവസ്ഥയാണ്. അതായത് സാമ്പത്തികമായ ഒരു ഉയർച്ചയില്ല, ആകെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് ആ ക്ഷീണതം അല്ലെങ്കിൽ ആ ക്ഷീണകരമായ അവസ്ഥകളൊക്കെ മാറി വളരെയധികം ഊർജ്ജത്തോടു കൂടി എഴുന്നേൽക്കാൻ ഇവിടെ വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം നിമിത്തം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികമായി അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ കഷ്ടതകളും മാറുന്നതായിരിക്കും. കുടുംബ ജീവിതത്തിൽ ഐക്യം വന്നു ചേരുന്നതാണ്. സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതാണ്. ചില ബന്ധുക്കളൊക്കെ അകന്നു പോയിട്ടുണ്ട്. അതായത് ചില പ്രശ്നങ്ങളൊക്കെ നിമിത്തം ബന്ധുക്കൾ അകലുകയും അത് നിങ്ങൾക്ക് ഒരുപാട് മാനസിക വിഷമതകൾ, മാനസിക സമ്മർദ്ദങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്നതാണ്. അകന്നുപോയ ബന്ധുക്കളൊക്കെ അടുത്ത് നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടി ഇവിടെ വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിയതിനാൽ വന്നു ചേരുന്നതാണ്. ഒരു അനുഗ്രഹ സമയമാണ്, ദൈവാധീന സമയമാണ്. അതിനാൽ തന്നെ ആഗ്രഹിക്കുന്ന എന്തു കാര്യവും ഈ ഒരു സമയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ചയുണ്ടാകും. ഉത്തമരായ ഇണകളെ ലഭിക്കുന്ന അല്ലെങ്കിൽ വിവാഹ ആലോചനകൾ വന്നു ചേരുന്ന ഉത്തമ സന്താന യോഗത്തിനുമൊക്കെ ഭാഗ്യം കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിയതിനാൽ തന്നെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ് തുടക്കമായിരിക്കുന്നത്. പ്രണയിക്കുന്നവർക്കും വളരെ ഉത്തമമായ സമയമാണ്. ഏതു കാര്യവും അതിൻ്റെ ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം അനുഭവിക്കാനുള്ള യോഗം കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വാഹന ഭാഗ്യത്തിനുള്ള ഒരു സമയം കൂടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പുതുവാഹനമൊക്കെ വാങ്ങാനുള്ള യോഗം ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ്. അനവധി ഭാഗ്യങ്ങൾ, അനവധി നേട്ടങ്ങളാണ് ഇവിടെ വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിയതിനാൽ തന്നെ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം വളരെയധികം അനിവാര്യമാണ്. ഇത് വളരെയധികം അനിവാര്യമായ ഒരു സമയം കൂടിയാണ്. ഭാഗ്യമാണ് എങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ, ഭഗവാൻ വിഷ്ണുവിനെ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും ഇരട്ടി നേട്ടമായി തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതേപോലെ ദുർഗാദേവിയെ ആരാധിക്കുന്നതും ദുർഗാമന്ത്രം ജപിക്കുന്നതും ഒക്കെ വളരെയധികം ശ്രേഷ്ഠമായ ഫലത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ മൗഢ്യം നീങ്ങി ഭാഗ്യം തുടങ്ങിയ അടുത്ത നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ്. വളരെ അനുകൂലമായ ഫലമാണ് വ്യാഴം നൽകുന്നത്. പൂർവിക സ്വത്തുകൾ, എന്തെങ്കിലുമൊക്കെ തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന വസ്തുക്കളാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ഗുണം ലഭിക്കുന്നതാണ്. ഭൂമി സംബന്ധമായി ലാഭമുണ്ടാകാനും, അതായത് ഭൂമി വിൽക്കുന്നവരാണെങ്കിലും വാങ്ങുന്നവരാണെങ്കിലും ലാഭത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ധാരാളം സമ്പത്താണ്
ഇനി കയ്യിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അതേപോലെ സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. സന്താനങ്ങളുടെ വിവാഹകാര്യം, അതേപോലെ അവരുടെ വിദ്യാഭ്യാസ കാര്യം, അതുപോലെ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ, അങ്ങനെ പലവിധ കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറും എന്നതാണ് ഇവിടെ ഈ ഒരു നല്ല സമയം എത്തിയതിൻ്റെ സൂചനയായി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയബന്ധങ്ങൾ വളരെയധികം അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊക്കെ ഇവിടെ ഈശ്വരാധീനം വന്നതിനാൽ തന്നെയാണ്. കാരണം ഇവിടെ മൗഢ്യം മാറുകയാണ്. മൗഢ്യം മാറുമ്പോൾ ഒരു തെളിച്ചം ഉണ്ടാകാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു 7 ദിവസത്തിന് ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ മാറ്റം എന്തൊക്കെയാണെന്നും. നിങ്ങൾക്ക് ആധ്യാത്മിക മേഖല, അതായത് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകളായാലും നിങ്ങൾക്ക് മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്ന സമയമാണ്. ആധ്യാത്മികമായിട്ടും വളരെ ഒരു വലിയ മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ ഒരു സമയം നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ വളരെയധികം ഫലം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ സന്താനങ്ങളിലേക്കും സന്തതി പരമ്പരകളിലേക്കും ഒക്കെയും എത്തിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിൻ്റെ സമയമാണ്. കൂടാതെ ഇവിടെ വിദേശയാത്രാ ഭാഗ്യം കൂടി വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിയതിനാൽ ഉണ്ടാകുന്നുണ്ട്. അനുകൂല സമയമായതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ മനോകാമനകൾ എന്തൊക്കെയാണോ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് അതൊക്കെയും നടന്നു കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിവായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക, പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ മൗഢ്യം മാറി വളരെയധികം ഭാഗ്യസമയം തെളിഞ്ഞിരിക്കുകയാണ്. ശാരീരികമായി ഈ ഇടക്കാലത്ത് കൊണ്ട് അല്പം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇടവിട്ട് മുട്ടുവേദന, തലവേദന, ദേഹം വേദന എന്നൊക്കെ പറയുന്ന പോലെ ചില ബുദ്ധിമുട്ടുകൾ ഇടവിട്ട് വന്നുകൊണ്ടിരുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ജീവിതം സന്തോഷകരമായി ഒരു പുഷ്ടി പിടിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ല, അതേപോലെ ജീവിതം ഒന്ന് പച്ച പിടിക്കുന്ന സമയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ധാരാളം ദൈവാധീനമുള്ള സമയമാണെന്നെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം എന്നോണം നിങ്ങളുടെ ദൈവാധീനം നിങ്ങളിലേക്ക് ഇപ്പോൾ വളരെയധികം ശക്തിമത്തായി എത്തിയിരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുകയല്ല. വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും ഭഗവാനെ എത്രത്തോളം നമ്മൾ വിളിക്കാൻ സാധിക്കും അത്രത്തോളം വിളിക്കുക. ഈ ഫലം ഒന്നും ഒരു പൊടിയും നഷ്ടപ്പെടാതെ നിങ്ങളിലേക്ക് ഈ ഗുണാനുഭവങ്ങൾ എത്തുന്നതാണ്. രോഗദുരിതങ്ങളൊക്കെയും നിങ്ങളെ വിട്ടു മാറുന്ന സമയമാണ്. കൂടാതെ ബന്ധുജന സമാഗമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിലേക്ക് ചില പുതിയ ബന്ധുക്കൾ വന്നു ചേരാം. അതായത് ചിലപ്പോൾ ഒരു വിവാഹത്തോടു കൂടിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ അകന്നു കഴിഞ്ഞ ചില ആളുകൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയം. അങ്ങനെയൊക്കെ സുഹൃത്ത് സമാഗമം അല്ലെങ്കിൽ ബന്ധു സമാഗമം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. വിദേശ യാത്ര കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളെ വിദേശത്തേക്ക് പോകണമെന്ന ആഗ്രഹവുമായി ഇരിക്കുന്ന ആളുകളുണ്ടാകും. വിദേശത്തേക്ക് പോകാൻ പല കാര്യങ്ങൾ നോക്കുന്നവരുണ്ടാകും. ഒരു വിധത്തിലും അങ്ങോട്ട് നടക്കുന്നില്ല. അഥവാ പോയാലോ അവിടെ പോയി 1 മാസം തികച്ച് നിൽക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളവരും ഈ വീഡിയോ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം അനുഭവിച്ച ആളുകൾ അപ്പോൾ കളഞ്ഞിട്ട് വന്ന് ഇനി ഏത് ജോലി ചെയ്യുമെന്ന് ചിലപ്പോൾ ആഗ്രഹിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവരും ഉണ്ടാവും. നിങ്ങൾക്കുമുള്ള കാര്യമാണ് പറഞ്ഞത്. ഉടൻ തന്നെ മറ്റൊരു വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട്, തെളിയുന്നുണ്ട്. ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ മുഖേനയായിരിക്കും നിങ്ങൾക്കതിനുള്ള ചാൻസ് വരുന്നത്. വിവാഹത്തിന് ഉത്തമമായ സമയമാണ്. പ്രണയ ജീവിതം വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അത് വിവാഹത്തിലേക്ക് എത്തിക്കുവാനും ഒക്കെ ഈ ഒരു സമയം കാണുന്നുണ്ട്. കാരണം വ്യാഴം വളരെ തെളിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. മൗഢ്യം മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഏത് കാര്യത്തിനും ഒരു ആത്മധൈര്യമൊക്കെ വരുന്ന സമയം കൂടിയാണ്. സൽസന്താന ലബ്ധിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കർമ്മമേഖല, അതായത് നിങ്ങൾക്ക് ഏത് കർമ്മമാണോ ചെയ്ത് നിങ്ങളുടെ ജീവിതവൃത്തി അല്ലെങ്കിൽ നിങ്ങൾ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് ആ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും വളരെ ശോഭനമായ ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ മൗഢ്യം മാറി നിങ്ങളിത് വെറുതെ കേൾക്കരുത്. വളരെയധികം ശ്രദ്ധയോട് കേൾക്കുക. ഈ പറഞ്ഞ വിഷ്ണു ക്ഷേത്ര ദർശനം, ഭഗവാനെ പ്രാർത്ഥിക്കുക, നമുക്കറിയാമല്ലോ നാമങ്ങളൊക്കെ ജപിക്കുക, വിഷ്ണു ഭഗവാനെ പ്രീതനാക്കുക. വളരെയധികം ഭാഗ്യമുണ്ടാകുന്നതാണ്. തുളസിമാലയൊക്കെ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കെട്ടി ഭഗവാന് ചാർത്തുന്നത്. വീട്ടിൽ തന്നെ ഒരു പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെയൊക്കെ ചിത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ മാല ചാർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൽ കൂടുതലായി ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും അതിലേറെ നേട്ടം നിങ്ങളിലേക്ക് തന്നെയായിരിക്കും എത്തിക്കുന്നത്. കൂടാതെ ഇവിടെ വ്യാഴത്തിൻ്റെ മൗഢ്യം മാറിയിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മഹാഭാഗ്യമാണ് എത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി ധൈര്യസമേതം മുന്നോട്ട് പോയിക്കൊള്ളുക. ഒന്നുകൊണ്ടും ഓർത്ത് വിഷമിക്കേണ്ട സമയമല്ല. വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ് എത്തിയിരിക്കുന്നത്.